വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലത്തെ കാര്യങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗ് പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. വീട്ടിലത്തേക്ക് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോകുന്നത്. അവളിവിടെ ഉണ്ട്. കല്ലുവിന് ട്യൂഷനുണ്ട്, അവൾ പോകുന്നില്ല. ഇപ്പോൾ ഒരു 11 മണിയായിക്കാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പം ഈ സൗണ്ടുകളൊക്കെ ഉണ്ട്, കാക്ക ഇത് സൗണ്ട് ഉണ്ട്, ഇങ്ങനെ കുറേ സൗണ്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ മുകളിൽ വന്നപ്പോൾ ഒരു കുറച്ച് നാളെ ഇവിടെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. സാധനം വിരിഞ്ഞ് ഇത് കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, താമര. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു. നമുക്കിനി ഷോപ്പിൽ ചെന്നിട്ട് പോകുന്ന വഴിക്കും വ്ളോഗ് എടുക്കുമായിരിക്കും. ഷോപ്പിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചത് അങ്ങനെ കാര്യങ്ങളെ കാണിച്ചത്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കുറേ ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ബില്ല് ചെയ്ത് പിന്നെ മിഠായി മേടിക്കാൻ പോയി. ഒരുപാട് മിഠായി ഉണ്ടായതുകൊണ്ട് ഏതാണെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അതെല്ലാം ബില്ല് ചെയ്ത് ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ജൂണിൽ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് അതിന് വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ ഒത്തിരി തിരക്കായിരുന്നു. അങ്ങനെ എനിക്ക് അധികം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പറ്റുന്നത്ര വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മേടിക്കുന്ന സാധനം എനിക്ക് ഈ ബില്ലിംഗ് സെക്ഷനിൽ മാത്രമാണ് വ്ളോഗ് എടുക്കാൻ പറ്റിയത്. കാരണം അമ്മാതിരി തിരക്കായിരുന്നു അവിടെ. ഈ ഡ്രസ്സിങ് സെക്ഷനിൽ അത്ര തിരക്കില്ലായിരുന്നു, ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് എനിക്കിതാ ഈ ഒരു പർപ്പിൾ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ വിശന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. സോ ഇപ്പോൾ സമയം 8:30 ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്, ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട്. പക്ഷെ ഇന്ന് അവിടെ ഉണ്ടല്ലോ മറ്റേ ഈ സ്കൂളൊക്കെ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നു ഈ സ്കൂളിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി ആൾക്കാർ വന്നു. അങ്ങനെ എനിക്ക് എല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന അത്രയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോയി സാധനങ്ങൾ പേടിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും അധികം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ജസ്റ്റ് പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി വന്നതിന് ശേഷം വാങ്ങിച്ച സാധനങ്ങൾ കുറേയൊക്കെ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അധികം സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. മേടിക്കാനുണ്ടായിരുന്നതൊക്കെ വീട്ടിൽ കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ കല്ലിന് കുറേ സാധനങ്ങൾ, എനിക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഒന്ന് പോയി ഫ്രഷായിട്ട് വന്നിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ശരി. സോ അപ്പം ഞാൻ ഫ്രഷായിട്ടൊക്കെ വന്ന് പുറത്ത് ടി വി ഇട്ടിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ടി വിയുടെ ബഹളം കേൾക്കുമായിരിക്കും. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളെ മേടിക്കണ്ടായിരുന്നുള്ളൂ. വീട്ടിലത്തേക്കാണല്ലോ മേടിച്ചത്. അപ്പം ഞാൻ ഫ്രഷ് ആവുന്ന ടൈമിൽ അമ്മ കുറച്ച് സാധനങ്ങൾ എടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരും. സോ ആദ്യം ഒരു ഷോർട്സ് ഉണ്ട് കേട്ടോ. അതിനൊരു ഷോർട്സ് മേടിച്ച് ഞാൻ എപ്പം പോയാലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഷോർട്സ് കണ്ടാൽ ഞാൻ അപ്പം എടുക്കും. ഭയങ്കര ഇഷ്ടമാണ് ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഒരു ഹുഡി എടുത്ത്, പിന്നെ ഒരു സൺഗ്ലാസ് മേടിച്ചു കേട്ടോ. അതായത് എനിക്ക് നേരത്തെ സൺഗ്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അങ്ങനെ ഇന്നിപ്പം പോയ സമയത്ത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചു. പിന്നെ സോ അടുത്തത് ഈ ഒരു ബോക്സ് ആണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മേക്കപ്പ് ഇടാൻ വേണ്ടി എനിക്ക് ഓൾറെഡി വേറൊരു പൗച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡാമേജ് ആയി പോയി. അപ്പം ഈ ഒരു ബോക്സ് മേടിച്ചിട്ടാകുമ്പോഴത്തേക്കും വളരെ ഡാമേജ് ആവൂല. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കുഞ്ഞു എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വെക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇന്ന് ഞാൻ പോയപ്പം എനിക്ക് ഈ ഒരു സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ലൈഡ് ഇഷ്ടമായി, ക്യൂട്ടായിട്ടുണ്ട്, ലീസ് ആയിട്ട് കാണാൻ. ഞാൻ ഈ ഒരു സ്ലൈഡ് മേടിച്ച് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ, ക്യൂട്ടല്ലേ ഇത്, ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാന്ന് വിചാരിച്ച് 2 സ്ലൈഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് മേടിച്ചു. പിന്നെ ഞാൻ കുഞ്ഞു കുട്ടി ക്ലിപ്പുകൾ ഇത് മേടിച്ചു. പിന്നെ ഇതാ ഈ ഒരു ബനാന ക്ലിപ്പുണ്ട്. ഇതായത് ഈ സാധനം, ഈ ഒരു സാധനം ബനാന ക്ലിപ്പ് എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇതിൻ്റെ വലുത് എനിക്കുണ്ടായിരുന്നു, അപ്പം ഇത് മേടിച്ചു. പിന്നെ ഒരു സെറ്റ് സ്ലൈഡ്. ഇതാണ് എൻ്റെ ഫേസ് വാഷ്, പിയേഴ്സിൻ്റെ ഫേസ് വാഷ്. ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. 2 വർഷം മുമ്പേ കുറേ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അലർജിയായി, ഇങ്ങനെ ആക്നെയൊക്കെ വന്നിട്ട്
പൊട്ടുമായിരുന്നു, ബ്ലഡൊക്കെ വരുന്ന ആ ഒരു കണ്ടീഷനിൽ വന്ന്. അപ്പം നമ്മളെ ഈ ഒരു സ്കിൻ ഡോക്ടർ ഉണ്ട്, ജൻ ഹോസ്പിറ്റലിന്റെ അടുത്തൊരു സ്കിൻ ഡോക്ടർ ഉണ്ട്. അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് പിയേഴ്സിന്റെ പ്രോഡക്റ്റ് മാത്രം ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി മാക്സിമം നോക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ 2 വർഷം മുന്നേ അന്ന് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ സാധനമാണ് ഈ സാധനം. ഇത് യൂസ് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് എനിക്ക് അതിനുശേഷം ഇപ്പം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടല്ലേ സ്കിന്നൊക്കെ. അതിനുശേഷം എനിക്കിങ്ങനെ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു. വേറെ ഒരു പ്രോഡക്റ്റും ഞാൻ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല ഇത് വന്നതിന് ശേഷം. പിന്നെ ഒരു പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫീഡ് ജെൽ മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു മോയിസ്ചറൈസർ പോലെ സാധനമാണ്. അപ്പൊ സോ ഇത് മേടിച്ച് കുറച്ചൊന്ന് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യില്ല, പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഹൈഡ്രേറ്റഡ് ഗ്ലോയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണിത്. ഇത് അതിന്റെ ഒരു ചെറിയ ബോക്സ്. ഇത് എന്ത് ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു ബോക്സ് കണ്ടപ്പോ എടുത്ത് എന്തെങ്കിലും ഇട്ട് വെക്കാമല്ലോ ഇതിന്റെ അകത്ത്, അങ്ങനെ എടുത്ത് വെച്ച് ബോക്സ് എടുത്തു. പിന്നെ ഇതിന്റെ ഒരു 2-3 സെറ്റ് ടിഷ്യൂ പേപ്പർ മേടിച്ചാട്ടോ. അതിൽ ഒരെണ്ണം അമ്മ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി 2-3 സെറ്റ് മേടിച്ച്. ഇതെന്ന് വെച്ചാൽ എനിക്ക് പുറത്തോട്ട് എനിക്ക് അല്ലാണ്ട് നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഇപ്പം കോളേജിലൊക്കെ പോകുന്ന പ്രശ്നമില്ല. അല്ലാണ്ട് പുറത്ത് ഔട്ടിങ് പോലെ പുറത്തെവിടെയെങ്കിലും പോവാണെങ്കിൽ എനിക്കിങ്ങനെ എപ്പോഴും ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വേണം. ഇങ്ങനെ കുറച്ചുകൂടെ എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു സെറ്റ് ടിഷ്യൂ പേപ്പറും കൂടെ മേടിച്ച്. ഇനി അടുത്ത സാധനം നമുക്കൊരു കമ്മൽ. ഈ ഒരു കമ്മൽ നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ കമ്മല്. ഇത് ഇന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇടാം എന്ന് പറഞ്ഞ് മേടിച്ചതൊന്നുമല്ല, കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ 40 രൂപ അങ്ങനെ എന്തുണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് വെർത്തായിട്ട് തോന്നി. അങ്ങനെ ഈ ഒരു കമ്മൽ എടുത്തു. പിന്നെ മിൽക്ക് ബിക്കീസ് ഇതിന്റെ ഒരു 15ന്റെ പാക്കാണെന്ന് തോന്നുന്നു. ആ 15ന്റെ പാക്കാണ്. ഇതിന്റെ ഒരു 10 പാക്ക് മേടിച്ച്. എന്തിനാന്ന് വെച്ചാ ലക്കി, എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട്, ലക്കി എന്നാ പേര്. ഈ പെഡിഗ്രിയുടെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഈ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കഴിക്കില്ല. മിൽക്ക് ബിക്കീസ് മാത്രമേ അതൊന്നും കഴിക്കുള്ളൂ. അങ്ങനെ അവന് വേണ്ടി മേടിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പോയിട്ട് കുറെ ബിസ്ക്കറ്റും കാര്യങ്ങളും കുറെ ഫുഡൊക്കെ എടുക്കും കേട്ടോ. ഇങ്ങനത്തെ കുറെ ബിസ്ക്കറ്റുകൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കും. അപ്പം ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കാണ്, പക്ഷെ ഞങ്ങൾക്കല്ല, അത് അവനാണ്. അങ്ങനെ ഇപ്രാവശ്യവും മിൽക്ക് ബിക്കീസും കാര്യങ്ങളൊക്കെ എടുത്തത് അവനാണ്. പിന്നെ ഒരു പെഡിഗ്രിയുടെ ഇതെടുത്ത്, അതവൻ വലുതായിട്ടൊന്നും കഴിക്കൂല. എന്ന് വെച്ചാൽ അവന് കുറച്ച് ഡിമാൻഡഡ് ഫുഡ്സ് ആണ് കഴിക്കാറുള്ള പുള്ളിക്കാരൻ. പക്ഷേ ഫുഡിനോട് ഇട്ട് കൊടുക്കാം എന്ന നിലയിൽ അമ്മ അതെടുത്ത്. പിന്നെ ഒരു ബോൺ ഉണ്ട്, അതൊക്കെ ഇപ്പൊ അവന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് വെച്ച് കേട്ടോ. അപ്പൊ അവനമ്മ ഇപ്പൊ കൊടുത്തെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്ത. ഒരു മറ്റേ ബോണിന്റെ ഷേപ്പ് ഇരിക്കണ ഒരു സംഭവം ബിസ്ക്കറ്റ്, ബോണാണെന്ന് തോന്നുന്നു. അപ്പം അത് കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പുള്ളിക്കാരനെ കുറച്ച് ചില്ലാക്കി വെച്ചിട്ടുണ്ട്. അവന് ഈ ഇടയ്ക്ക് വയ്യാണ്ടായി, എന്തോ ഒരു ഇൻസെക്ട് എന്തോ വന്ന് അവനെ കടിച്ച് കണ്ണൊക്കെ റെഡായി. അങ്ങനെ ഞങ്ങള് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, PMGയിൽ കൊണ്ടുപോകാനായിരുന്നത്. പക്ഷെ നൈറ്റ് ആയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അപ്പം അങ്ങ് വരെ പോകാനുള്ള ട്രാവൽ ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ഇവിടെ അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് വെറ്റിനറിയുടെ, അപ്പൊ അവിടെ കൊണ്ടുപോയി. അതിനുമ്പ് വെറ്റ്സ് കെയറിൽ പോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡിലൊക്കെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് പറഞ്ഞവൻ. അതിനിപ്പോ കുറെ വെള്ളം കൊടുക്കും, കുറെ വെള്ളം കൊടുക്കും. അതുകൊണ്ട് അവനെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഇപ്പൊ. ഈ ഒരു പൗഡർ, ഈ ഒരു പൗഡർ മേടിച്ച് എനിക്കാണെങ്കിലേ അച്ഛൻ വന്ന സമയത്ത് എൻചാൻഡറിന്റെ മറ്റേ ഉരുളി പൗഡറില്ലേ, അത് കൊണ്ടുവന്ന്. അപ്പം അത് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവച്ചായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് അത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വന്നു എനിക്ക്. എന്നുവെച്ചാൽ വേറെ പ്രോബ്ലം ആയിട്ടില്ല, പക്ഷെ എനിക്ക് അത് മാത്രമേ പറ്റുള്ളൂ. ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും പോകുമ്പോഴും വരുമ്പോഴും ഞാൻ കൊണ്ടുപോയി വരുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ലക്കി ഞങ്ങൾ ഇടയ്ക്ക് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനക്കാകാം. അങ്ങനെ സുന്ദരനാക്കണ ശ്രമത്തിനിടയിൽ പൗഡർ കൊടുത്തപ്പോഴത്തേക്കും അവനങ്ങ് ഇഷ്ടമായ വാങ്ങാതെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അല്ലാണ്ട് സെറ്റ് പൗഡർ മേടിച്ചു. ഇതിപ്പം ഇത് ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ പൗഡറിന്റെ ആവശ്യം വരത്തില്ല. അങ്ങനെ പൗഡർ യൂസ് ചെയ്താലും ഈ ഒരു ബോട്ടിൽ, കുഞ്ഞു ബോട്ടിൽ ഇപ്പൊ തീരുന്നത് ഈ ഒരു ഇനിയിപ്പോ ഒരു ഡിസംബർ വരെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകും.
എന്നുവെച്ചാൽ അങ്ങനെ ഈ ഒരു പാക്ക് ഞാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ. പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു സോപ്പുകൾ മേടിച്ചേട്ടാ. എനിക്ക് ഒരു വലിയ സോപ്പ് അമ്മ എപ്പോഴും പറയും വലിയ സോപ്പ് എടുക്കാം, പക്ഷെ എനിക്ക് വലിയ സോപ്പിനെക്കാളും ആ സെയിം ബ്രാൻഡിന്റെ ഒരു ഏറ്റവും കുഞ്ഞു സോപ്പ് ആണല്ലോ അതാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ കുറെ എടുത്തിട്ടാ സോപ്പ് എന്ന് പറയുമ്പോൾ ഇതാകുമ്പോൾ തീരെ എനിക്ക് പുതിയതെടുക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പം തീരും സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അമ്മ എനിക്ക് പിയേഴ്സിന്റെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വലിയ സോപ്പ് മേടിച്ചിരും. പക്ഷെ അമ്മയുടെ എയിമെന്ന് വെച്ചാൽ 2-3 ദിവസം പോകുമല്ലോ ആ സാധനം. അങ്ങനെ ഞാൻ മേടിക്കുമ്പോൾ ഇത് തീരൂല ഈ സാധനം. എനിക്കാണെങ്കിൽ പുതിയ പാക്ക് പൊട്ടിക്കാൻ വേണ്ടി മറ്റേ തൊര വന്നിരിക്കും. അതുകൊണ്ട് അതിനുശേഷം ഞാനിപ്പം ചെറിയൊരു പാക്കേ മേടിക്കാറുള്ളൂ എല്ലാം. എനിക്ക് കുട്ടി കുട്ടി സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മേടിച്ചത് പേസ്റ്റ് കുഞ്ഞ് പേസ്റ്റ്. ഇത് മേടിച്ചതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ആണല്ലോ, ഹോസ്റ്റലിൽ പോണില്ലല്ലോ. എൻ്റെ മൈൻഡിലെ പ്ലാൻ എന്ന് വെച്ചാൽ ടൂറ് പോയിട്ട് വന്നിട്ടും വന്ന അന്ന് തന്നെ തിരിച്ചിവിടെ വീട്ടിൽ വരിക, പിന്നെ വീട്ടിൽ സ്റ്റേ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. സംഭവം രാവിലെ എണീച്ച് വരുന്ന പ്രശ്നമില്ല, പോകുമ്പോൾ രാവിലെ എണീച്ച് പോകണം. ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണം. രാവിലെ ഒരു ബസ് ഉണ്ട്, ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ബസ്സായി കയറി പോകണം. രാവിലെ എനിക്ക് എണീക്കാനുള്ള മടി, അതൊക്കെ കാരണമാണ് അമ്മ വീട്ടിൽ എന്നെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കണം. മിക്കവാറും ഞാൻ ഡേ സ്കോളർ ആവും. പിന്നെ അടുത്ത് വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോപ്പ് ബോക്സ് മേടിച്ചെന്ന് കേട്ടോ. അമ്മ എനിക്ക് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ മാസമാണ് അമ്മ എനിക്ക് ഒരു ക്യൂട്ട് സാധനം, അച്ഛനെ കൊണ്ടുവന്ന സാധനം അമ്മ എനിക്ക് തന്നു വിട്ടോ. അമ്മ തരത്തില്ലായിരുന്നു ഇത് ആഷ് കളറിലൊക്കെ ഇരിക്കുന്ന ആ സോപ്പ് ബോക്സ്. ഹോസ്റ്റലിൽ കൊണ്ടുപോയി. അവിടെ ഉണ്ടെന്ന് ഞാൻ വിഷയം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇന്നലെ പോയപ്പോ കണ്ടില്ല അത്. അങ്ങനെ വേറെ എവിടെയോ വെച്ചിട്ടുണ്ട്, അത് വേറെ എവിടെയോ മാറിയിരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ഒറ്റ നോക്കിയപ്പോ കണ്ടില്ല. ഞാൻ പറഞ്ഞു കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് മേടിച്ചു തന്നു. ആദ്യം കുറച്ച് കടക്കൊക്കെ ഇട്ട് മേടിച്ചു തന്നു. പിന്നെ ഞാനൊരു ബോട്ടിൽ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോട്ടില്. കണ്ടോ, ഗുഡ് ലക്കി എന്നൊക്കെ പറഞ്ഞ് എഴുതിട്ടൊരു റാബിറ്റിന്റെ ബോട്ടിൽ. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ അങ്ങ് ഇഷ്ടമായി, ഒബ്സസ്ഡ് വിത്ത് ദിസ് ആയി. ഇതിന്റെ ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് മതിയായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നുള്ളത് ഒരു യെല്ലോ ആണ്. അതിനകത്ത് എലിഫന്റ് എന്നാണ് എഴുതിയിരുന്നത്. അതെനിക്കിഷ്ടായില്ല, ഇതെനിക്കിഷ്ടായി. ഇതിന്റെ ഒരു പ്രശ്നം പിന്നെ മറ്റേ ഇങ്ങനെ നമുക്ക് സക്ക് ചെയ്ത് കുടിക്കുന്ന ബോട്ടിലാണ് ഇങ്ങനെ. പക്ഷെ മറ്റേ ഞാൻ ഇങ്ങനെ കുടിക്കാൻ എനിക്ക് ശ്രമിക്കണം. ഇത് ഞാൻ എടുത്തെന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ഫിനിഷിങ്ങും വർക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ മറ്റേ റാബിറ്റ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നിട്ട് ഗുഡ് ലക്കിന്നൊക്കെ ഈ ഒരു സാധനം ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടില്ലേ. ഇതാണ് അടുത്ത ബോട്ടിൽ. ഇത് കല്ലുവിന് മേടിച്ച കല്ലു ഇത് കണ്ടില്ലല്ലോ നീ? ഇല്ല. ഇത് നിനക്ക് വേണ്ടി മേടിച്ച ബോട്ടിലാണ്. ഇത് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കവറിൽ വെച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ സാധനങ്ങളും ഈ ലക്കിയുടെ സാധനങ്ങളും മാത്രം അമ്മ എടുത്തിട്ട് പോയി. ബാക്കി കണ്ടില്ല. ഇങ്ങനെ പുറത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇവളൊന്ന് നോക്കി, അല്ലാണ്ട് വേറെ കണ്ടില്ല. ഇതാണ് കല്ലുവിന് വേണ്ടി മേടിച്ച ബോട്ടില്. ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നു. ബട്ടർഫ്ലൈയുടെ അല്ലേ, ബട്ടർഫ്ലൈ, അയ്യോ സോറി, ബ്ലൂ ഫ്ലൈ വെച്ചാൽ മറ്റേ കിറ്റ്കാറ്റിന് ഹായ് കാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കണ കമ്പനി എന്നാണെന്ന് തോന്നുന്നത്. ഇതിന് ചൂട് നിൽക്കില്ല, ജസ്റ്റ് സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ. സ്റ്റീലല്ല, സാധാരണ ഒരു സ്റ്റീലാണ്. പക്ഷെ വെള്ളം നിൽക്കാത്ത, ചൂട് നിൽക്കുന്നില്ല ആ വാട്ടർ ബോട്ടില്. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത്. എന്റെ വാട്ടർ ബോട്ടിലൊക്കെ അയച്ചു കൊടുക്കട്ടോ. പക്ഷെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി കുറച്ച് അവള് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് കുറച്ച് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഇത് മേടിച്ച് ഫോട്ടോ എടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. അങ്ങനെ ഈ വാട്ടർ ബോട്ടില് മേടിച്ചു കൊടുത്ത്. പിന്നെ ഇത് ഈ ഒരു കുറെ സ്റ്റഡുകള്, സ്റ്റാർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, പിന്നെന്താണ് ട്രയാങ്കിൾ ഉണ്ട്, ലവ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് അവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കാണാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ വന്നപ്പം അവിടുത്തെ ലൈറ്റിന്റെ ഇതിൽ എനിക്ക് ഇഷ്ടമായതാണോ എന്നൊരു ഡൗട്ട്. ഇവിടെ വന്നപ്പം അത്ര ഓക്കെ ആ സാധനം. പിന്നെ കുഴപ്പമില്ല ഇടാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഇതൊരു ബിങ്കോ. എനിക്ക് ഇതിന്റെ പച്ച ബിങ്കോ ആണെങ്കിലും പിന്നെ ലേസ് ഉണ്ടെന്ന് തോന്നുന്നു. അതും എനിക്ക് പച്ചയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എനിക്ക് റെഡ്, ബ്ലൂ, യെല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഗ്രീൻ എന്തോ ഭയങ്കര ഇഷ്ടം. ഗ്രീനിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ കുറെ മേടിച്ച് വാരി. പിന്നെ അവക്ക്
കല്ലുവിന് റെഡാണ് ഇഷ്ടം. അങ്ങനെ കല്ലുവിന് വേണ്ടിയിട്ട് റെഡ് മേടിച്ച് ഇന്ന് അവള് വരാത്തോണ്ട് സംഭവം ഞങ്ങളാണല്ലോ എടുത്തത്. അങ്ങനെ ലേസ് പച്ചയുടെ ലേസ് ഉണ്ട്. ബിങ്കോയും മേടിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച കളർ. പക്ഷെ കുറെ പേർക്കൊന്നും ഈ ഗ്രീനിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടാ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര എന്താണ് ഒരു ഒനിയൻ ടച്ചാണ്, സോൾട്ടി ആണ് എന്നൊക്കെ പറയും. കുറെ പേർക്കൊന്നും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുമാതിരി അഡിക്റ്റഡ് ആണ് ഈ ഗ്രീൻ കളറിന്റെ ലേസ് ബിങ്കോയൊക്കെ. ഈ റെഡൊക്കെ പറയുമ്പം എനിക്ക് റെഡ് ഇഷ്ടമല്ല. ബ്ലൂ ഞാൻ പിന്നെയും കഴിക്കും, യെല്ലോ ഞാൻ കഴിക്കേ ഇല്ല. പച്ച കണ്ടാൽ ഞാൻ വീഴും അവളെ. കുറെ ലേസ് മേടിച്ച്. ഇനി ഒരു ചപ്പൽ. ഈ ഒരു ചപ്പൽ മേടിച്ച്. ഇതിന്റെ സെയിം സാധനമാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണ സാധനം. പക്ഷെ അത് കേടായിപ്പോയി കേട്ടോ. എന്നുവെച്ചാൽ മറ്റേ പുതുമോടിയൊക്കെ പറയില്ല, അത് പോയി. ഇപ്പൊ മേക്ക് ചപ്പൽ മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കുറച്ച് ദിവസം കൂടെ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു ചപ്പൽ മേടിക്കാം എന്ന് പറഞ്ഞ് പോയപ്പോ ഒത്തിരി ചപ്പൽ വെച്ച്. പക്ഷെ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയണ കണക്ക് ഫസ്റ്റ് കണ്ടത് ഇതാണ്. ഇതെടുത്തപ്പോ അമ്മ പറഞ്ഞു ഇതല്ലേ കാലിൽ കിടക്കുന്നത്, വേറെ മോഡൽ എടുക്കുക നമ്മ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വെച്ചേക്കാം, മറ്റത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കാം. പിന്നെ ഞങ്ങൾ കുറെ നോക്കി, പക്ഷെ നല്ല നല്ല മോഡൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട അതായതുകൊണ്ട് അതിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോയി. പിന്നെ അതിങ്ങെടുത്തിട്ട് വരെയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു കാൻഡിമാൻ്റെ ഫ്രൂട്ടി ഫൺ അതിന്റെ ഒരു പാക്കറ്റ് മിഠായി മേടിച്ച്. ഇതിന്റെ 2 മേടിച്ച്. ഒന്ന് കല്ലൂന് കൊടുത്ത്, അവൾ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഒന്ന് കല്ലൂന് കൊടുത്ത്, ഇത് ഞാൻ ഇപ്പൊ ഞാനൊരു ബുധനാഴ്ച വരെ എന്തായാലും ഞാൻ വീട്ടിൽ കാണും. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ടൂറാണ്. അപ്പം വ്യാഴാഴ്ച ഹോസ്റ്റലിൽ കയറണം എന്നാണ്. കാരണം വെള്ളിയാഴ്ച നമ്മൾ ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് ടൂറ് പോകുന്നതിന് ഇതുവരെ തീരുമാനിച്ചേക്കണം. അപ്പം വ്യാഴാഴ്ച ഹോസ്റ്റലിൽ കയറിയിട്ട് അവിടെ സെറ്റായിട്ടൊന്ന് പാക്കൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ വരണം. പിന്നെ അതേപടി ഞങ്ങൾ പോവേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബുധനാഴ്ച വരെ വീട്ടിൽ നിന്നിട്ട് വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയി പിന്നെ അവിടെ സ്റ്റേ ചെയ്യാം, ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതുവരെ മറ്റേ പാക്കറ്റ് തീർന്നില്ലെങ്കിൽ ഞാനിത് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പം പുറത്തു പോയാലും ഇതേ കണക്ക് ഒരു പാക്കറ്റ് മിഠായി മേടിക്കും. എന്നിട്ട് എൻ്റെ ബാഗിൻ്റെ അകത്ത് മിഠായി ഇട്ടേക്കും. ഞാൻ 1-2 ഇട്ടേക്കും. പിന്നെ ഞാൻ ഹോസ്റ്റലിലാണെങ്കിൽ ബാഗിൽ മിഠായി കാണില്ല. ഹോസ്റ്റലിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മിഠായി കഴിക്കും. എനിക്ക് ഇങ്ങനെ എപ്പോഴും അത് കുറച്ച് സ്വീറ്റ് കഴിക്കണം എന്ന് ഇതാണ്. പിന്നെ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പഠിക്കാനോ എഴുതാനോ ഒന്നും ഇല്ലെങ്കിൽ മൂവി കാണുമായിരിക്കും. അപ്പം സൈഡിലൊരു സാധനം വേണം, ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും അല്ലെങ്കിൽ വീട്ടിലേക്ക് ലീവ് എടുത്ത് വരുമ്പോഴും എടുത്ത് തിരിച്ചു പോകുമ്പോൾ കുറേ സ്നാക്സ് മേടിക്കുമല്ലോ. അങ്ങനെ സ്നാക്സ് ഒക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ മസ്റ്റായിട്ട് മേടിക്കുന്ന സാധനം ചോക്ലേറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ. ഞാനൊരു ടവൽ മേടിച്ച്. എനിക്ക് ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ആഴ്ചയായിട്ട് ഈ മുഖം കഴുകുമ്പോഴത്തേക്കും എനിക്ക് ടവല് കഴുകിയേ പറ്റും. അല്ലെങ്കിൽ ഞാൻ വേറെ എനിക്ക് ഇങ്ങനത്തെ ടവൽ ഉണ്ടായിരുന്നു കേട്ടോ, മുഖം കഴുകാനും അല്ലാതെ തല തോർത്താനും ഒക്കെ 2 സ്പെഷ്യൽ ടവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഇങ്ങനത്തെ ഒരു ടവല് കുഞ്ഞു ടവലില് മുഖം കഴുകണം എന്നൊരു സംഭവം വന്നു. അങ്ങനെ ഇപ്പം അമ്മയ്ക്ക് മേടിച്ചെന്ന് അങ്ങനെ ഈ ഒരു ടവല് മേടിച്ച്. പിന്നെ അല്ലാണ്ട് ഏതാണ്ട് ഈ ഒരു ടവൽ ഉണ്ടാകാൻ മേടിച്ചു. സോ ഇത്ര ഉണ്ടായിരുന്നോളൂ സാധനം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി മേടിച്ചോളൂ. എനിക്കിപ്പോൾ തോന്നുന്ന വീഡിയോ കുറച്ച് ലാഗ് ആയെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ച്. വേറെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ച് അവിടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ അതും കാണിച്ചു തന്നേനെ. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണക്ക് ഒരു വീഡിയോ എടുക്കാണ് പ്ലാൻ ചെയ്തത്. ഞാൻ എണീറ്റപ്പോൾ തന്നെ 10 മണിയായി. വീട്ടിൽ നിൽക്കുമ്പോൾ 10 മണി ആ ടൈമിലേക്കാണ് എണീക്കാറുള്ളത്. എനിക്ക് അപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങി എണീക്കാൻ പറ്റും. വീഡിയോ എണീറ്റപ്പോഴേ 10 മണിയായി. പിന്നെ അപ്പോഴത്തേക്കും അമ്മയ്ക്കും എവിടെയോ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുക. അങ്ങനെ പെട്ടെന്നൊരു ഹറിബറി ആയിരുന്നു. രാവിലെ ഒരു 10 തൊട്ട് 11 മണി ആ ഒരു ടൈം. അങ്ങനെ എനിക്ക് രാവിലത്തെ ഫുഡ് കഴിക്കണതോ അല്ലെങ്കിൽ രാവിലെ എണീക്കണതോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
അതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് കണക്ക് എടുക്കേണ്ട ഒരു ഷോപ്പിംഗ് വ്ലോഗ് കണക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോപ്പിംഗ് വ്ലോഗ് തന്നെ ഞാൻ പറഞ്ഞ കണക്ക് സ്കൂളിൽ ഇപ്പൊ എനിക്ക് ജൂണിലൊക്കെ സ്കൂൾ തുറക്കുന്ന ടൈമല്ലേ, അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് സ്കൂൾ ബാഗും അതും ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ ബില്ലടിക്കാൻ പോണതും സാധനങ്ങൾ എടുക്കണതും എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഭയങ്കര റഷായിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്കും കുറച്ച് വീഡിയോസ് എടുത്ത്. പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ ഞാൻ പണ്ട് ഡാൻസും പാട്ടും പഠിക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഡാൻസ് എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ പോയതാ. പക്ഷെ പാട്ട് പഠിക്കാന്ന് വെച്ചാൽ ഞാൻ ആകെ ഒരാഴ്ച പഠിക്കാൻ പോയിട്ടുള്ളൂ. എന്റെ വീട്ടുകാർ അവർക്ക് ഞാൻ പാട്ട് പാടണം എന്ന് പറയും. എനിക്ക് ആ പാട്ട് പാടാൻ കഴിവൊന്നുമില്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഞാൻ പാട്ട് പാടില്ല. പിന്നെ പണ്ട് പാട്ട് പഠിക്കാൻ പോയപ്പോഴത്തേക്കും ചേച്ചി വന്ന് നിന്നിട്ട് പഠിപ്പിക്കുമ്പോൾ സാപ്പാ സാരി തുടങ്ങും, സാപ്പാ സാരിയാണ് അവസാനിക്കണം. സംഗീതം പഠിച്ചവർക്കറിയാം. അങ്ങനെ ഈ ചേച്ചി എന്നിട്ട് സാപ്പാസ തുടങ്ങും. എനിക്കാണെങ്കിൽ ഈ സാധനം ഇൻട്രസ്റ്റിൽ എനിക്ക് സാധനം എനിക്ക് വരൂല ആ സാധനം. അപ്പൊ ഞാനും തിരിച്ച് അടുത്ത് സാപ്പാസ ക്ലാസ് കഴിഞ്ഞ് പോവാ ബൈ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. അതിന് ഒരാഴ്ച ഞാൻ പഠിച്ചോളൂ. പക്ഷെ ഡാൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ 10th വരെയൊക്കെ കളിക്കായിരുന്നു. അങ്ങനെ ആ ചേച്ചി ഞങ്ങളിന്ന് മീറ്റ് ചെയ്തായിരുന്നു. കുറെ വർഷം അന്ന് ഞാൻ എപ്പം അവസാനമായിട്ട് കണ്ടത് 4ൽ പഠിക്കുമ്പോഴൊന്നും അത്രയും കുറെ വർഷത്തിന് ശേഷം കണ്ട്. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചു. പക്ഷെ അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് 4 പേരെ കണ്ടായിരുന്നു. അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ അവരെയും കണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ വന്നപ്പം ലേറ്റായി. ഞാൻ പറഞ്ഞില്ല 8:30 കഴിഞ്ഞ്. അങ്ങനെ ബസ്സിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ പോയ വഴിക്കുള്ള കുറച്ച് ഷൂട്ട് ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ ഫ്രഷായി ഇത്രയും കൂടെ കാണിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിക്കാൻ പോവും. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ലോഗാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ എല്ലാരും പറയുന്ന കണക്കിന് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.